അവിടെയുള്ള ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ ഒന്നാമത്തെ കബറിന്റെ അടുത്ത് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുള്ളതിന് ടെററിസ്റ്റാണ്, ഫണ്ടമെന്റലിസ്റ്റാണ്, ഭീകരവാദിയാണെന്ന് എല്ലാവരും പറയുന്നു മഹാന. എല്ലാവരും പറയുന്നു മഹാന. എല്ലാ ഔലിയാക്കളും ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തിയവരാ. ഇസ്ലാമിന്റെ പ്രബോധന ഔലിയാക്കളുടെ ലക്ഷ്യം, അല്ലാതെ കച്ചവടം ബിസിനസ് ഒന്നുമല്ല. യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ഔലിയാക്കൾ ഒന്നും എല്ലാവരാലും ആദരിക്കപ്പെടുന്നു. അതേസമയത്ത് ഇവിടെ എന്തുണ്ടായി? ഇസ്ലാമിനെ പുരോഗമിപ്പിക്കാനെന്ന് പറഞ്ഞ് രൂപം കൊടുത്ത ബിദഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയത വളർത്തുകയും മുസ്ലിംകളെ മുഴുവൻ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി തീർക്കുന്നതിൽ അധൈര്യമായിരിക്കുന്ന പങ്ക് വഹിക്കുകയും ചെയ്തു. അതാണ് ഈ അടുത്ത ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ഓൾ ഇന്ത്യ, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഇന്ത്യയുടെ മുൻ നിയമകാര്യ മന്ത്രിയായിരുന്ന രാം ജഠ്മലാനി വളരെ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തീവ്രവാദമുണ്ടാക്കിയത് വിദഗ്ധക്കാരാ കേട്ടോ പോലെ. യഥാർത്ഥ മുസ്ലിങ്ങളുടെ വിശ്വാസം സുന്നത്ത് ജമാഅത്തായിരുന്നു. ആ വിശ്വാസം കുടുംബങ്ങളിലുണ്ടായിരുന്നു. സുന്നി വിശ്വാസമുള്ള കുടുംബങ്ങളിൽ ഭദ്രതയുണ്ടായിരുന്നു. നേരം വൈകുന്നേരമായാൽ ഇപ്പൊ മുസ്ലിം വീടുകളുടെ അവസ്ഥ എന്താ? ഞാൻ വലിയ വലിയ അന്താരാഷ്ട്ര വാലൊന്നും പറയില്ല, കുറച്ചു ദിവസത്തിലായിരിക്കും പറയുന്നത്. മകരിബ് ബാങ്ക് കൊടുത്ത് ഇഷ ബാങ്ക് കൊടുക്കണതിന്റെ ഇടയിൽ എത്ര വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ട്? ഇവിടെ മകരിബ് ബാങ്ക് കൊടുത്ത് ഇഷ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മകരിബ് ബാങ്ക് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാൽ കാണാം. മകരിബിന്റെ ബാങ്ക് കേട്ടാൽ ഉമ്മമാരെ വിളിച്ച റസൂൽ എന്ന് പറഞ്ഞു, ബാപ്പമാരെ വിളിച്ച റസൂൽ എന്ന് പറഞ്ഞു, മകരിബിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഉടനെ തന്നെ വീടുകളിലെ കതകുകളൊക്കെ കൊട്ടിയടക്കണം, ജനവാതിലുകളൊക്കെ അടച്ചിടണം. കൊതുക് കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല റസൂലുള്ള പറഞ്ഞത്. സൂര്യനസ്തമിച്ച് ഇരുടായിക്കൊണ്ട് മകരിബിയോടെടുത്താൽ നിങ്ങളുടെ വാതിലുകളൊക്കെ നിങ്ങൾ ബന്ദ് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ പിന്നെ വീടിന്റെ വെളിയിലിറക്കാൻ പാടില്ല. റസൂലുള്ള പറയുന്നു, ആ സമയത്ത് ഭൂമിയുടെ അടിഭാഗത്തുനിന്ന് പൊട്ടിമുളച്ചു വരുന്ന ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ നിങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ ആ കുട്ടികൾ മന്ദബുദ്ധിയായിത്തീരും, ഭ്രാന്തനായിത്തീരും, വസുവാസുള്ളവരായിത്തീരും. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ വൈകുന്നേരമായ മകരിബിനോടടുത്ത സമയമായാൽ നിങ്ങൾ വീട് വെച്ച് പുറത്തിറക്കി കളയരുതെന്ന് കാല റസൂലുള്ളാഹി. എത്ര മുസ്ലിം വീടുകളിൽ ഇത് പാലിക്കുന്നുണ്ട്? പിന്നെ റസൂലുള്ള പറഞ്ഞു, മകരിബ് വായിക്കഴിഞ്ഞാൽ, മകരിബ് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മുടങ്ങാതെ പരിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായ സൂറത്തുകൾ ഓതണം. ഒന്ന് ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് സ്ഥിരമായി ഓതണം വീടുകളിൽ. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യമുണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി. ഒരേ ഒരാള് ചോദിച്ചപ്പോഴോട് ഇന്ന് അതിനെ പറഞ്ഞപ്പോഴേ ഇരാവക്കാത്തിൽ വാക്കിയോ ഓതിയാ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല ഉസ്താദേ? ഉണ്ടാവില്ല. പിന്നെ ആൾക്കാരിപ്പോ 10-700 കോടിയായി ഉസ്താദേ. ഇവിടെ ഭക്ഷണം കിട്ടാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇരാവക്കാത്തിൽ വാക്കിയോ ഓതിയാ പിന്നെയാണ് ഇവിടുന്ന് ഈ ഫുഡ് വരെ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കുറക്കണം, കേരള ഗവൺമെന്റ് ഇവിടെ കുറക്കണം. ഇരാവക്കാത്തിൽ വാക്കിയോ അതാണ്ടാ ഭക്ഷ്യക്ഷാമം അടുത്ത നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് ഭക്ഷണം കിട്ടാത്തതാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റേറ്റ്മെന്റെങ്കിൽ ചലഞ്ച് ബൈ ചലഞ്ച്. അടിക്കണതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ സംവിധാനം ഒരുക്കി ഏറ്റവും വലിയ ആസൂത്രണ വിദഗ്ധനാണ് റബ്ബ്, ഏറ്റവും വലിയ പ്ലാനിംഗ് വിദഗ്ധനാണ് റബ്ബ്. ഭൂമിയിൽ ഒരു ജീവിയെ കിടക്കുമ്പോഴേക്ക് അതിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ സൃഷ്ടിച്ചിട്ടല്ലാതെ അല്ലാഹു കിടക്കുന്നില്ല. വളരെ കറകറച്ചാണ്, വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആനിന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെയെന്നറിയോ? അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, ഉസ്താദേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ എത്ര കോടി ജനമുണ്ട് പോലെ? 110 സംതിങ്, 110 കോടി സംതിങ് ജനമുണ്ട് ഇവിടെ. ചൈന കഴിഞ്ഞാൽ ലോകത്ത് 2ാം സ്ഥാനം നമുക്കാ ഉത്പാദനത്തിന്. കുടുംബാസൂത്രണക്കാർ വന്നിങ്ങനെ പെണ്ണുങ്ങളോടൊക്കെ വേറെ പറഞ്ഞു കൊടുക്കണം. എന്താ അതേ പുതിയൊരു തീരുമാനം വരുന്നുണ്ട്. എലക്ഷന് നിൽക്കണമെങ്കിൽ കുട്ടികളുണ്ടാവാൻ പാടില്ല.
അവന് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഭാര്യയും ഭർത്താവ് ഒരു സത്യപ്രതിജ്ഞ. ഭാര്യ ചോദിക്കും ഭർത്താവിനോട്, നിങ്ങളെ ലക്ഷ്യനിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഇടപാട് വേണ്ട. ഇത് മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. എന്നാണ് നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. ആളുകൾ അധികരിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഭക്ഷ്യക്ഷാമം വരാൻ പോണില്ല. നോണ പറയാതെ ചോദിക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. ജനറേഷൻ കൂടിയാൽ, പോപ്പുലേഷൻ കൂടിയാൽ ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നുള്ളത് അമേരിക്കയുടെ കരിഞ്ഞുപോയ നെറികെട്ട പ്രസിഡന്റ് ഡബ്ല്യു ബുഷിന്റെ ചരമം കുറിച്ച ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിവരക്കടാണ് കേട്ടോ. ആളുകൾ കൂടിയ ഭക്ഷ്യക്ഷാമൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ പറയാം. ഇപ്പൊ ആഫ്രിക്കയുടെ കാടിൽ പോയി പഠനം നടത്തിയ സയന്റിസ്റ്റുകൾ പറഞ്ഞത്, ആഫ്രിക്കയിൽ ഇനിയും 500 കോടി ജനം ആഫ്രിക്കയിലുണ്ടായാൽ അവർക്ക് താമസിക്കാനുള്ള ഭൂമിയും അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് വേണ്ട എല്ലാ സ്രോതസ്സും ആഫ്രിക്കയിലുണ്ടെന്നാണ് തെളിവ്.